റിങ്സ്. ഈ 3 റിങ്സിലും ഓരോ സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. ഈ 3 റിങ്സും ഓരോ സ്ഥലങ്ങളിലായിട്ട് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ 3 റിങ്സും കൂടി ഒരാളുടെ കയ്യിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരാൾക്ക് പുതിയതായിട്ടുള്ള സൂപ്പർ പവേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സാൻഡി ലൂമ അയാൾ എന്താണ് ചെയ്യുന്നതെന്നും അയാൾ എങ്ങനെയുള്ള ഒരാളാണെന്നും പിന്നെ അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത്, അയാൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ആ ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് റീസൺ ആ ഒരു റിംഗ് ആണ്. ആ റിങ്ങിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. 1997 ഓൾഡ് ലാൻഡ് എന്ന് പറയുന്ന ഒറ്റപ്പെട്ട ഗ്രാമം. ആ ഗ്രാമത്തിലെ ജനങ്ങളെ അടിമയാക്കി വെച്ചിരിക്കുന്ന ഒരു നേതാവ് സാൻഡി ലൂമ. ഇയാൾ ഒറ്റയ്ക്കാണ് ഈ ഒരു കൊച്ചു ഗ്രാമത്തെ നിയന്ത്രിക്കുന്നത്. ഈ ഗ്രാമത്തിലെ ജനങ്ങളെ അയാൾ നിയന്ത്രിക്കുന്നത് അയാളെ കയ്യിലുള്ള ആ ഒരു റിങ് വെച്ചിട്ടാണ്. അങ്ങനെ ഇരിക്കെ ആ ഗ്രാമത്തിലേക്ക് ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നു. ആ ജീപ്പിൽ നിന്ന് ഒരു പയ്യൻ ഇറങ്ങുന്നു. ആ പയ്യൻ നോക്കുന്ന സമയത്ത് ആ ഗ്രാമം മൊത്തത്തിൽ ഒരു തരിശു ഭൂമി പോലെ കിടക്കുകയാണ്. പെട്ടെന്ന് ഒരു കടന്തൽ കൂട് പൊതിയുന്നത് പോലെ ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം കൂടി ആ പയ്യനെ വളഞ്ഞു. എല്ലാവരും അത്ഭുതത്തോടുകൂടി ആ പയ്യനെ നോക്കി നിന്നു. പെട്ടെന്ന് സാൻഡി ആ പയ്യന്റെ അടുത്തേക്ക് വന്നു. ഈ സാൻഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പുറത്തു നിന്ന് ആരെങ്കിലും തന്റെ ഗ്രാമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ അടിമയാകുന്നത് വരെ ചിരിച്ച മുഖത്തോടു കൂടിയായിരിക്കും അവരെ വെൽക്കം ചെയ്യുക. സാൻഡിയുടെ വലയിലേക്ക് വന്ന് പെട്ട പുതിയൊരു ഇര മാത്രമാണ്. സാൻഡി ആ പയ്യനെയും വിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. സാൻഡി ആ പയ്യനോട് ചോദിച്ചു, നിന്നെ കൊണ്ടുവിട്ടതാരാണ്, നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? വളരെ നല്ലൊരു മനുഷ്യനായ രീതിയിൽ ചോദിച്ചു. ഇതിനൊന്നും മറുപടി മിണ്ടാതെ ആ പയ്യൻ സാൻഡിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അടുത്ത നിമിഷം തന്നെ പയ്യൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്റെ മടിയിൽ നിന്ന് തോക്കെടുത്തിട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്തു. പ്രതീക്ഷിക്കാതെ ആ പയ്യന്റെ കയ്യിൽ നിന്ന് ഒരു തോക്ക് കണ്ടതും സാൻഡിയും സ്വന്തം തോക്ക് വലിച്ചെടുക്കുന്നതും പയ്യൻ ഷൂട്ട് ചെയ്യുന്നതും സെക്കൻഡ്സുകളുടെ വ്യത്യാസത്തിലായിരുന്നു. തോക്കിൽ നിന്ന് വെടി പൊട്ടുന്ന ശബ്ദം കേട്ട അവിടുത്തെ ജനങ്ങൾ ഒട്ടും അനങ്ങിയില്ല. അവർക്കിത് സാധാരണമാണ്. പേടിച്ചു വിരണ്ട് നിൽക്കുന്ന ആ പയ്യനും തൊട്ടടുത്തായിട്ട് പേടിച്ചിരിക്കുന്ന അവന്റെ ചേച്ചിയും, അവർക്ക് നേരെ തോക്കുമായി നിൽക്കുന്ന സാൻഡിയുടെ ആജന്മ ശത്രുവിന്റെ മകൻ കാർലോസ്. നിന്റെ അമ്മയും അച്ഛനും പോയടുത്തേക്ക് ഞാൻ നിന്റെ ചേച്ചിയെയും കൂടെ പറഞ്ഞു വിടട്ടെ? അങ്ങനെ പറഞ്ഞു വിടണ്ടെന്നുണ്ടെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. പേടിച്ചുറച്ച് നിൽക്കുന്ന ആ പയ്യന് ഒന്നും മനസ്സിലാവുന്നില്ല. ഓൾഡ് ലാൻഡ്, അവിടേക്ക് എന്റെ ആൾക്കാർ കൊണ്ടുപോയി ആക്കും. ഒരു ചെറിയൊരു സാധനം എടുത്തുകൊണ്ട് നീ എന്റെ കൈ കൊണ്ട് തന്ന നിന്റെ ചേച്ചിയും നിന്നെയും ഞാൻ അപ്പൊ തന്നെ പുറത്തോട്ടേക്കാം. ഒരു ഗണ്ണ് കൂടി എടുത്ത് കാർലോസ് കൊടുത്തു. ആ അപ്പൂപ്പൻ തന്നില്ല എന്നുണ്ടെങ്കിൽ ആ അപ്പൂപ്പന്റെ നേരെ പിടിച്ച് നീ ബട്ടൺ ഞെക്കിയാൽ മതി, നിന്റെ ചേച്ചി ഇവിടെ സേഫ് ആയിരിക്കും എന്ന അവസാന വാക്കുകൂടി കാർലോസ് പറഞ്ഞു. എന്താണ് താൻ ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാവാതെ പയ്യൻ ആ ആൾക്കാരെ കൂടെ കയറിപ്പോയി. സാൻഡിയുടെ കയ്യിൽ ഒരു മോതിരം കിടപ്പുണ്ട്. ഒരു മൂങ്ങയുടെ സിമ്പലുള്ള ആ ഒരു റിംഗ് അവൻ ഊരിയെടുത്തിട്ട് അവൻ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. ആ ഗ്രാമത്തിലെ അടിമകളായിരുന്ന ആ ഒരു ജനങ്ങൾ പാഞ്ഞവന് ചുറ്റും കൂടി കൈകൊട്ടലും ആരവങ്ങളുമായി ഒന്നും മനസ്സിലാവാതെ തന്റെ ചേച്ചിയെ മാത്രം മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ബാരി. സാൻഡി ലൂമ ഓൾഡ് ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തെ ക്രിയേറ്റ് ചെയ്തതിന് മുമ്പായിട്ട് 1995 ഈ സാൻഡിയുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് അബാൻഡൻഡ് ആയിട്ട് കിടക്കുന്ന ചർച്ചുകൾ, വലിയ ഹൗസ്, അത്തരത്തിലുള്ള പുരാതനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് പുരാതനമായിട്ടുള്ള കുറെ പ്രോപ്സുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള സാധനങ്ങൾ സ്റ്റീൽ ചെയ്യുക, അതിനെ മോഷ്ടിച്ചിട്ട് വിൽക്കുകയും ചെയ്യുന്ന ഒരു കള്ളനാണ് സാൻഡി ലൂമ. ഈ സാൻഡി ഓരോ ഗ്രാമത്തിലായിട്ട് ഇതുപോലെ വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് പ്രോപ്പർട്ടീസിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വന്ന ഒരു ഓഫീസർ ആണെന്നുള്ള രീതിയിൽ ആ ഗ്രാമത്തിലെ ജനങ്ങളെ പറ്റിച്ചിട്ട് ആ സ്ഥലങ്ങളെ വിസിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങിച്ചെടുക്കും. ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ പോയിട്ട് എല്ലാം കൂടി ഒറ്റ നൈറ്റ് കൊണ്ട് ഷിപ്പിലൂടെ ആരും അറിയാൻ നാട് കടത്തുന്ന ഒരു ആളാണ് സാൻഡി. ഇത്തരത്തിൽ പല ഗ്രാമങ്ങളിൽ ചുറ്റി അവസാനം ഓൾഡ് ലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിലെത്തിക്കുകയാണ്. ആ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നെല്ലാം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഓൾഡ് ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്രാമം അല്ലെങ്കിൽ ആ ഒരു വില്ലേജ് എന്ന് പറയുന്നത് ഒരുപാട് വലിയ വില്ലേജ് അല്ല, ചെറിയൊരു സ്പേസ് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആകെ ഇത്തരത്തിലൊരു പുരാതനമായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് പണ്ടത്തെ രാജാവിന്റെ വീടിരുന്ന കൊട്ടാരവും, രണ്ടെന്ന് പറയുന്ന ഒരു ചർച്ചും. ആദ്യം പറഞ്ഞ കൊട്ടാരത്തിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പെർമിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. സാൻഡി ഫസ്റ്റ് ഈ ഒരു ചർച്ചിലേക്കാണ് പോകുന്നത്. ഈ ചർച്ചിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു കുതിരയും വാങ്ങിച്ചിട്ട് അതിൽ സാൻഡി ആ ഒരു ചർച്ചിലേക്ക് പോവുകയാണ്. ആ ചർച്ചിൽ ചെല്ലുന്ന സമയത്ത് വളരെ പുരാതനമായിട്ടുള്ള, കാണുമ്പോൾ തന്നെ അറിയാം അത്രയും പഴക്കം ചെന്നൊരു പള്ളിയാണെന്ന്. ആ ഒരു ചർച്ചിന്റെ ചുറ്റുമായിട്ട്
സാൻഡി ഒന്ന് ചുറ്റി നോക്കി. ഈ പള്ളിയുടെ പുറമേയുള്ള വലിപ്പമല്ലാതെ അതിന്റെ ഉള്ളിലായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ ഒരു ഇരുട്ടാണ്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ ആലോചിച്ചുകൊണ്ട് സാൻഡി അവിടെ ഇരിക്കുകയാണ്. സാൻഡി നോക്കുമ്പോൾ എന്തോ ഒരു കാര്യം ഇരുന്നു വെളിച്ചം പോലെ കാണുന്നുണ്ട്. അപ്പൊ സാൻഡി അവിടെ നിന്ന് എണീച്ചിട്ട് അതെന്താണെന്ന് പോയി നോക്കിയപ്പോൾ അതൊരു ബോട്ടിലാണ്. ആ ബോട്ടിൽ സാൻഡി എടുത്തു. ആ ബോട്ടിലിന്റെ ഉള്ളിൽ ഒരു സ്ലിപ്പ് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ സാൻഡി ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു ബോട്ടിൽ ഒരു ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ അതിനെന്തായാലും ആ ഒരു വാല്യൂ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഒരു സ്ലിപ്പ് മാത്രം എടുത്തിട്ട് സാൻഡി നോക്കിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത്, അതായത് 1995 സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ദൂത് അയക്കുക അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന ഇത്തരത്തിലാണ്. ഈ ഒരു ഇൻഫർമേഷൻ ആർക്കോ പാസ് ചെയ്തതിന്റെ ഒരു ബോട്ടിൽ പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ സാൻഡി സ്ലിപ്പ് വായിച്ചു നോക്കിയ സമയത്ത് അതിനകത്ത് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്തൊരു ഗ്രേവ് യാർഡിന്റെ ഒരു പടം, ഒരു ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രോസിന്റെ കാര്യങ്ങളൊക്കെ വരച്ചിട്ട് അങ്ങനെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഒരു നെയിമും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രേവ് യാർഡിന്റെ, ഒരു ഗ്രേവിന്റെ നെയിം ഓൾനെസ് എന്നൊരു നെയിം കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴേക്ക് കുറെ കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. ഓൾനെസ് റിംഗ് എന്ന് മെൻഷൻ ചെയ്തിട്ട് ഗ്രേവ് യാർഡിന്റെ ഉള്ളിൽ എന്നുള്ള രീതിയിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു റിംഗ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. സാൻഡി ഗ്രേവ് യാർഡ് എന്ന് പറഞ്ഞ സമയത്ത് സാൻഡി നിൽക്കുന്ന ഒരു ചർച്ചിലാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ചർച്ചിന് സൈഡിലായിട്ടോ പുറകിലായിട്ടോ എവിടെയെങ്കിലും ഒരു ഗ്രേവ് യാർഡ് ഉണ്ടാവും. അവിടെ അത്രയും ചുറ്റി നോക്കിയ സമയത്ത് ഒരു വലിയൊരു ഗ്രേവ് യാർഡ് ആ ഒരു ചർച്ചിന്റെ പുറകിലായിട്ടുണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് ഒരു സ്റ്റാച്യൂവും ഒക്കെ വെച്ചിട്ടൊരു ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു ഗ്രേവ് യാർഡ്. ഈ സാൻഡി എപ്പോഴും ഈ നൈറ്റ് സഞ്ചരിക്കുന്ന ആളാണ്. ഒപ്പം ഇതുപോലുള്ള ചർച്ചുകൾ, ഗ്രേവ് യാർഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മുമ്പും ഇതേ പരിപാടികൾ ആവർത്തിച്ചിട്ടുള്ള ആളാണ്. സാൻഡിക്ക് ഇത്തരം സിറ്റുവേഷൻസിൽ അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. അങ്ങനെ സാൻഡി കുറച്ചങ്ങോട്ട് നടന്ന സമയത്ത് സാൻഡി ഈ ഒരു നെയിം, ഓൾനെസ് എന്നുള്ള നെയിമുള്ള ആ ഒരു ഗ്രേവ് അതിനകത്തുണ്ടോ എന്നുള്ളത് നോക്കാം എന്നുള്ള രീതിയിൽ നോക്കി. ഏതോ ഒരു ഹൈ പവറിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഏതൊരു ഗ്രേവ് കണ്ടു. അപ്പം അതിൻ്റെ അടുത്തേക്ക് ചെന്നു. നോക്കിയ സമയത്ത് അതിലെഴുതിയിരിക്കുന്ന നെയിം എന്ന് പറയുന്നത് ക്വീൻ റാബി എന്ന് എഴുതിയിട്ടുണ്ട്. സാൻഡിക്ക് മനസ്സിലായി ഇത് ഒരു ക്വീനിന്റെ കല്ലറയാണെന്നുള്ളത്. വേറെ ഗ്രേവ്സ് എല്ലാം പോയി അവിടെ ചെക്ക് ചെയ്ത് നോക്കി. വീണ്ടും തിരിച്ച് ഈ കല്ലറയുടെ അടുത്തേക്ക് വന്ന സമയത്ത് ഈ ഒരു ക്വീൻ റാബി എന്ന് എഴുതിയിരിക്കുന്നതിന്റെ ടോപ്പിലായിട്ട് അവരുടെ ഫാമിലിയുടെ ഇത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഫാമിലി നെയിമാണ് ഓൾനെസ് എന്നുള്ള ഒരു നെയിം അവിടെ എഴുതിയിട്ടുണ്ട്. ഓൾനെസ് ഫാമിലിയിലുള്ള ക്വീൻ റാബി ഓൾനെസ് എന്നുള്ള ആ ഒരു ക്വീനിന്റെ ഗ്രേവ് ആണ് ഇത് എന്നുള്ളത് സാൻഡിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ സാൻഡി വേറൊരു കാര്യം കൂടെ ഓർമ്മ വന്നു. ഈ ഒരു നാട്ടിലാകെ രണ്ട് പുരാതനമായിട്ടുള്ള ഇതേ ഉള്ളൂ. ഒന്ന് ഈ ചർച്ചും, രണ്ട് ഒരു പഴയ ഒരു കൊട്ടാരം. ഈ ഓൾഡ് ലാൻഡ് എന്ന് പറയുന്ന ഇത് ഭരിച്ചിരുന്ന രാജാവിൻ്റെയും ഒക്കെ ഒരു കൊട്ടാരം മാത്രമേ ഇനിയുള്ളൂ. അപ്പം ഈ ഓൾനെസ് എന്ന് പറയുന്ന ഫാമിലി അല്ലെങ്കിൽ ആ ഒരു കൊട്ടാരമാണ്, ആ കൊട്ടാരത്തിലെ ക്വീനാണ് ഈ ഒരു ഗ്രേവ് യാർഡിനകത്തുള്ളത്. ഗ്രേവും ഈ റിങ്ങും കൂടെ എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ സാൻഡി ഇങ്ങനെ ആലോചിക്കുകയാണ്. അത് ഒരു തരത്തിൽ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇതിപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇത് തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ക്വീനിൻ്റെ വിരലിൽ ഈ പറയുന്ന റിങ് ഉണ്ടായിരിക്കുമോ എന്നുള്ള രീതിയിൽ സാൻഡിക്ക് മനസ്സിൽ ഇത് വന്നു. ഇത്തരം കാര്യങ്ങളിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ സാൻഡി സ്വാഭാവികമായിട്ടും ഇതൊരു ഗ്രേവ് യാർഡ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ ചുറ്റും നോക്കി. വല്ല ഷവ്വലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് സാൻഡി അവിടെ മൊത്തം നോക്കിയ സമയത്ത് ഒരു നോർമൽ ഒരു ഇത് ചെയ്യാൻ പറ്റും, മണ്ണ് മാറ്റാൻ പറ്റുന്ന ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. സാൻഡി അത് കൊണ്ടുവന്നിട്ട് ഈ കല്ലറ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. ആരും അത്ര ഇങ്ങോട്ടൊന്നും വരാത്തൊരു ചർച്ചാണ്, പഴയൊരു ചർച്ചാണ്. സാൻഡി ആദ്യമായിട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ചുറ്റിയ സമയത്തും ഒക്കെ സാൻഡിയുടെ പുറകെ ആരോ ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ പോകൂ, അവിടെ പോകൂ, ഇവിടെ പോകൂ എന്നുള്ള ഒരു രീതിയിലൊരു സാൻഡിക്ക് ഒരു ഫീൽ അത് തോന്നിയിട്ടുണ്ട്. സാൻഡി പുറകോട്ട് റീവൈൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു മൂങ്ങ സാൻഡിയുടെ പുറകെ സഞ്ചരിക്കുന്ന പോലെ സാൻഡിക്ക് തോന്നി. അവിടെ ഇരിക്കുന്നതായിട്ട് ഒരു വൈറ്റ് കളറിലൊരു മൂങ്ങ. ഇപ്പം എന്തിനാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാൻഡി ട്രൈ ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നത് ഈ മൂങ്ങയുടെ എന്തോ ഒരു പവറാണ്. സാൻഡിക്ക് ഓൾറെഡി ആ റിങ് കിട്ടിക്കഴിഞ്ഞാൽ അതും ഇത്തരത്തിൽ സാൻഡി നോക്കുന്ന അല്ലെങ്കിൽ സാൻഡി ചെയ്യുന്ന ഈ ഒരു പരിപാടിയിൽ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ്. ഇതിനെ വെച്ചിട്ട് സാൻഡിക്ക് കോടിക്കണക്കിന് രൂപ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു റീസൺ കൂടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ സാൻഡി അത് കല്ലറ ഓപ്പൺ ചെയ്തു. ഒരു സ്കെൽട്ടൻ, ഒപ്പം അതിൻ്റെ പുറത്തൊരു വൈറ്റ് ഒരു ക്ലോത്ത്. ക്വീൻ ഏതായിരുന്നു ആ ഒരു ഡ്രസ്സ് ഇട്ടിരുന്നത്, ആ ഒരു ക്ലോത്തും ഒരു സ്കെൽട്ടനും മാത്രമേ ആ ഒരു ഇതിനകത്തുള്ളൂ. ഇമോഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും പേടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സാൻഡി ഇപ്പോൾ എന്തിനാണോ ഇത് ചെയ്തത് ആ കാര്യം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാൻഡി ട്രൈ ചെയ്യുന്നത്. ആ ഒരു സ്കെൽട്ടനിലേക്ക് നോക്കി, ഫിംഗറിൻ്റെ പോർഷനിലേക്ക്. സാൻഡി ആ ഫിംഗറിലേക്ക് നോക്കിയ സമയത്ത് അതിനകത്ത് റിങ്ങോ മോതിരോ ഒന്നുമില്ല. മൊത്തത്തിൽ ടൈം വേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും എഫേർട്ട് എടുത്തത് വെറുതെ ആയി എന്നുള്ള രീതിയിൽ സാൻഡിയുടെ ഇത് മാറി. ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഇത് ക്ലോസ് ചെയ്തിട്ടിട്ട്
സ്ഥലം കാലിയാക്കുക എന്നുള്ള രീതിയിൽ സാൻഡി ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഗ്രേവ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്ലോത്തിൻ്റെ പകുതി പോർഷൻ, ആ ഒരു ഓപ്പണർ, ആ ഒരു ഇത് ക്ലോസ് ചെയ്യുന്ന ആ ഒരു ഇതിൻ്റെ സൈഡിൽ ഹോൾഡ് ചെയ്തിരിപ്പുണ്ട്, കീറിപ്പോയിരിക്കുന്ന രീതിയിൽ ഇരിപ്പുണ്ട്. ആ കീറിപ്പോയിരിക്കുന്നതിൻ്റെ പുറത്ത് ഒരു സിൽവർ കളറിലുള്ള ഒരു ഓളിൻ്റെ സിമ്പലുള്ള ഒരു റിങ്. സാൻഡി എന്താണോ മനസ്സിൽ കണ്ടത് അത് സാൻഡിക്ക് കിട്ടിയെന്നുള്ള ആ ഒരു ഹാപ്പിയായി. എന്നിട്ട് സാൻഡി ആ ഒരു റിങ് എടുത്തു. സാൻഡി ഇനി ഒരുപാട് ടൈം ഇവിടെ നിൽക്കേണ്ട, സാൻഡി ഇവിടെ വന്ന കാര്യം എന്തായാലും നടന്നിട്ടുണ്ട്. അപ്പോൾ സാൻഡി എന്തു, ഈ റിങ് എടുത്തിട്ട് സാൻഡി ഫിംഗറിൽ ഇട്ടിട്ട് ആ ഒരു ഗ്രേവ് യാർഡ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ബോഡിയിലൊക്കെ എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന പോലത്തെ ഒരു ഫീല്, അതായത് എന്തോ ഒരു കാര്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ പവർ കിട്ടില്ലേ, അത്തരത്തിലൊരു ഇത് വന്നു സാൻഡിക്ക് പെട്ടെന്ന്. എന്തൊക്കെയോ കുറേ വിഷ്വൽസ് ഇങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട്. ഒരു പെൺകുട്ടി ഒരു വോളിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള ഒരു വിഷ്വൽ സാൻഡിയുടെ മനസ്സിൽ അല്ലെങ്കിൽ മൈൻഡിൽ പെട്ടെന്ന് ഫ്ലാഷ് ചെയ്ത പോലെ ഇങ്ങനെ അങ്ങ് പോയി. സാൻഡി ആ കിട്ടിയ റിങ് ഹോൾഡ് ചെയ്ത് കയ്യിലിട്ടുകൊണ്ട് നേരെ ആ ഒരു ഗ്രേവ് യാർഡിൽ നിന്ന് പോവുകയാണ്. ഈ ക്വീനിൻ്റെ ഓൾനെസ് റിങ് എന്നുള്ള ആ ഒരു റിങ് ആണ് ഇപ്പോൾ സാൻഡിക്ക് കിട്ടിയത്. ഈ ഒരു ഓൾനെസ് റിങ്ങിൻ്റെ പവർ എന്ന് പറയുന്നത് കമാൻഡിങ്, കൺട്രോൾ ചെയ്ത് തൻ്റെ അടിമയായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഓൾ എന്നുള്ളതിൻ്റെ റെഫറൻസ് വരുന്നത്. ബാക്കിയുള്ള 2 റിങ്സ് ഉണ്ട്. ആ 2 റിങ്സിലും ഇതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേറെ 2 പവേഴ്സും കൂടിയുണ്ട്. ആ 2 പവേഴ്സും കൂടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗോഡിനെ പോലെ അയാൾക്ക് ഈ ഒരു ഫുൾ വേൾഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പവർ ഉണ്ടാവും. അങ്ങനെ ഇനി സാൻഡിക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ സാൻഡി ഇനി ബാക്കിയുള്ള 2 റിങ്സും കൂടി കണ്ടുപിടിക്കണം. ഇതൊക്കെ ആ ഒരു സ്ലിപ്പിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഒരു റിങ് സാൻഡിയുടെ കൈ കിട്ടിയതിന് ശേഷം സാൻഡിക്ക് ഇനി കൂടുതലായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കപ്പലിലേക്ക് പോയി ഈ സാധനങ്ങളുമായിട്ട് കടക്കുക എന്നുള്ളതാണ് സാൻഡിയുടെ അടുത്ത ലക്ഷ്യം. കുറെ കാലങ്ങളായിട്ട് സാൻഡിയെ ഇത്തരത്തിൽ പല ഗ്രാമങ്ങളിലായിട്ട് കൊണ്ടുവിട്ടിട്ട് അവിടുത്തെ എല്ലാ പുരാതനമായിട്ടുള്ള പ്രോപ്സുകളും സ്റ്റീൽ ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് സാൻഡിക്ക് കൊടുക്കുന്ന റെഗർ കാർലോസ്. സാൻഡിയും റെഗറുമായിട്ട് പാർട്ട്നേഴ്സാണ്. ഈ ഓൾനെസ് റിങ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആരെയും സ്വന്തം അടിമയാക്കിയിട്ട് ഒരു ഹെഡിനെ പോലെ റൂൾ ചെയ്യാൻ പറ്റും. സാൻഡി എന്തായാലും ഇനി ആ ഒരു പാർട്ട്ണറായിട്ടുള്ള ബന്ധം അത് ഇവിടെ വെച്ച് തന്നെ സാൻഡി ക്ലോസ് ചെയ്യും. പക്ഷെ സാൻഡി ഇത് ഒറ്റയടിക്ക് ചെയ്യാതെ സാൻഡിയുടെ മനസ്സിൽ വേറൊരു പ്ലാൻ ഉണ്ട്. ബാക്കിയുള്ള 2 റിങ്സ് എവിടെയാണുള്ളതെന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് അടങ്ങുന്ന ആ ഒരു സ്ലിപ്പ് സാൻഡിയുടെ കയ്യിലുണ്ട്. ആ ഒരു പേപ്പറിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം സാൻഡിക്ക് അത് ഒറ്റയ്ക്ക് പോയി എടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ള മനസ്സിലാക്കിയിട്ട് മാത്രമേ സാൻഡി ആ ഒരു പാർട്ട്ണറായിട്ടുള്ള റെഗറുമായിട്ടുള്ള ഈ ഒരു ഡീല് വിട്ടുകളയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സാൻഡി എന്ത് ചെയ്തു, ഒരു ട്രഷർ ബോക്സ് ആ ഒരു ഗ്രാമത്തിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ച് അതും കൊണ്ടാണ് സാൻഡി റെഗറിന്റെ അടുത്തേക്ക് വരുന്നത്. സാൻഡിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് റെഗർ കപ്പലുമായിട്ട് ആ ഒരു ഓൾഡ് ലാൻഡ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. സാൻഡിയും റെഗറും ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സക്സസ് ആണ് ഉണ്ടായിട്ടുള്ളത്. മാക്സിമം പ്രോഫിറ്റ് കൊടുത്ത് റെഗറിന്റെ കൂടെ നിർത്താനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെഗർ കാർലോസിന് സാൻഡി വരുന്ന സമയത്ത് വെറും കൈയോടുകൂടി വരില്ല എന്നുള്ള ആ ഒരു വിശ്വാസം എപ്പോഴും ഉണ്ട്. പക്ഷേ ഇത്തവണ സാൻഡിയുടെ കയ്യിലുള്ളത് വെറും ഒരു ട്രഷർ ബോക്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. സാൻഡിയുടെ കയ്യിൽ അതിനേക്കാൾ വിലപിടിപ്പുള്ള മറ്റൊരു സാധനമുണ്ട്, ഓൾനെസ് റിങ്. സാൻഡിക്ക് ഈ ഒരു റിങ് എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഇതുപോലും കറക്റ്റ് ആ പേപ്പറിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സാൻഡിക്ക് ആ ഒരു പേപ്പറിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഈ ഒരു ഓൾനെസ് റിങ്ങിൻ്റെയും ബാക്കിയുള്ള 2 റിങ്സിൻ്റെയും പവേഴ്സിനെയും അതിൻ്റെ ലൊക്കേഷനെയൊക്കെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പേപ്പർ നോക്കി കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സാൻഡിക്ക് നെക്സ്റ്റ് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. അപ്പോൾ അതുവരെ ഈ ഒരു റിങ്ങിൻ്റെ കാര്യമൊക്കെ എല്ലാം റെഗറുമായിട്ട് പറയാതിരിക്കാനായിരിക്കും സാൻഡി ശ്രമിക്കുക. പക്ഷേ റെഗർ എന്ന് പറയുന്നത് പുറമേ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. ദൂരെ നിന്ന് റെഗർ നോക്കുന്നുണ്ട്. സാൻഡിയുടെ കയ്യിൽ ഒരു ട്രഷർ ബോക്സ് ഉണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെ സാൻഡി എന്തോ വലിയൊരു ഇതും കൊണ്ടാണ് വരുന്നതെന്നുള്ളത് റെഗറിന് മനസ്സിലായി. അങ്ങനെ സാൻഡി കപ്പലിലേക്ക് കയറി ആ ട്രഷർ ബോക്സ് എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് റെഗറിന്റെ അടുത്ത് പറഞ്ഞു, ഈ ഒരു ഓൾഡ് ലാൻഡ് എന്ന് പറഞ്ഞ ഗ്രാമത്തിന്റെ ഫുൾ കൺട്രോള് നമുക്ക് കിട്ടുന്ന ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്. റെഗറിനൊന്നും മനസ്സിലായില്ല എന്താണ് സാൻഡി പറയുന്നതെന്ന്. റെഗർ പെട്ടെന്ന് ആ ഒരു ബോക്സിലേക്ക് നോക്കി. എൻ്റെ കയ്യിൽ ഈ ഓൾഡ് ലാൻഡ് എന്ന ഗ്രാമത്തിലെ ജനങ്ങളെ നമ്മൾ അടിമയാക്കാനുള്ള ഒരു സാധനം കയ്യിലുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളും ഈ പേപ്പറിലുണ്ട് എന്ന് പറഞ്ഞിട്ട് സാൻഡിക്ക് ചർച്ചിൽ നിന്ന് കിട്ടിയ ആ ഒരു പേപ്പർ റെഗറിനെ കാണിച്ചു. സാൻഡി പറഞ്ഞു, ഈ ഒരു പേപ്പർ മാത്രമാണ് ഈ ഒരു ബോക്സിനകത്ത് ഉണ്ടായിരുന്നത്. ഇതെനിക്ക് കിട്ടിയത് അവിടുത്തെ കിങ്സ് പാലസ് ആയിട്ടുള്ള ആ ഒരു ഓൾനെസ് പാലസിൽ നിന്ന് എനിക്ക് കിട്ടിയ ആ ഒരു ട്രഷർ ബോക്സ് ആണ് ഇത്. ഈ പേപ്പർ സ്ലിപ്പ് എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഇതിനകത്ത് കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഒരു പക്ഷേ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ട്രഷേഴ്സ് എല്ലാം പല ഗ്രാമങ്ങളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അതിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും ആണ് ഈ ഒരു പേപ്പറിനകത്ത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇതിനെ നമ്മൾ നോക്കി കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് ആ ഒരു ലൊക്കേഷൻസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ട്രഷേഴ്സ് അല്ലെങ്കിൽ ആ ഒരു കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ട്രഷേഴ്സ് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായതെന്നുള്ള രീതിയിൽ
സാൻഡി റഗറിന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. സാൻഡി ഇങ്ങനെ പറഞ്ഞതിൽ ഒരു റീസൺ ഉണ്ട്. സാൻഡിക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കപ്പലും സാൻഡിയുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഈ ഒരു റഗറിന്റെ ആവശ്യമുണ്ട്. റഗർ ഈ പ്രോപ്സുകൾ അന്വേഷിച്ച് ഈ പേപ്പറിലുള്ള ലിസ്റ്റിലുള്ള എല്ലാ ലൊക്കേഷൻസിലും പോകും. അവിടെ റഗറിന് ആവശ്യമായിട്ടുള്ള ഒരു ട്രഷറും കാണില്ല. പക്ഷേ എനിക്ക് ആവശ്യമായിട്ടുള്ള ആ റിങ്സ് എനിക്ക് അവിടെ തപ്പാൻ പറ്റും. ആ ഒരു കാര്യം ബാക്കിൽ വെച്ചുകൊണ്ടാണ് സാൻഡി റഗറിന്റെ അടുത്ത് ഈ ഒരു ഐഡിയ പറഞ്ഞത്. ഇത് കേട്ട റഗറിന് ആദ്യം ഒരു ചെറിയൊരു നിരാശ തോന്നിയെങ്കിലും ഇന്ന് നമ്മൾ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള സാധനമേ കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഈ കിട്ടിയ ലൊക്കേഷൻസും ഈ ഡീറ്റെയിൽസും വെച്ചിട്ട് ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് കിട്ടുന്നേക്കാൾ കൂടുതൽ പുരാതനമായിട്ടുള്ള അസറ്റ്സ് നമുക്ക് മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് കിട്ടിയേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ റഗറിന് ഈ കാര്യം ഇഷ്ടപ്പെട്ടു. റഗർ സാൻഡിയെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് റഗർ പറഞ്ഞു, ഇതിലുള്ള ലൊക്കേഷൻസ് ഞാനൊന്ന് നോക്കി പഠിച്ചോട്ടെ. ആ ഒരു പേപ്പർ ഫുള്ളായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് റഗർ ആ ഒരു പേപ്പർ വായിച്ച സമയത്ത് സാൻഡിക്ക് ആദ്യം ഒരു ചെറിയൊരു പേടി തോന്നി. കാരണം റഗർ ഇത് വായിക്കുന്ന സമയത്ത് ഇതിനകത്ത് റിങ്സിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റഗർ ചിലപ്പോൾ ആ റിങ്സും കൂടി തേടാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പം നോക്കണ്ട, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം എന്ന രീതിയിലൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും റഗർ അത് സമ്മതിച്ചില്ല. റഗർ അങ്ങനെ പേപ്പർ വാങ്ങിച്ചിട്ട് ഷിപ്പിന് പുറത്തേക്ക് വന്നു. സാൻഡി ആണെങ്കിൽ റെസ്റ്റ് എടുക്കാന്നുള്ള രീതിയിൽ അകത്തേക്കും പോയി. ഈ പേപ്പറിന്റെ ഉള്ളിൽ അവർ എഴുതിയിരിക്കുന്നത് അന്നത്തെ ആ ഗ്രാമത്തിലുള്ള ആ ഒരു രാജാവിനും മറ്റു ആൾക്കാർക്കും ഒക്കെ മനസ്സിലാവുന്ന രീതിയിൽ കുറെ ചിത്രങ്ങളിലൂടെയും പല സിമ്പിൾസിലൂടെയൊക്കെയാണ് ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽസും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. സാൻഡിക്ക് തന്നെ അത് മനസ്സിലായതെന്ന് വെച്ചാൽ ഗ്രേവ് യാർഡിൻ്റെ ഒരു ചിത്രം കണ്ട സമയത്താണ് സാൻഡിക്ക് തന്നെ ഈ ഒരു ചർച്ചിൻ്റെ ഉള്ളിലുള്ള ഗ്രേവ് യാർഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ സാൻഡിക്ക് ആ ഒരു ഓൾനെസ് റിങ് കിട്ടിയത്. അപ്പോൾ ആ ഒരു ധൈര്യം കൂടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് സാൻഡി പിന്നെ എതിർക്കാൻ നിൽക്കാതെ ആ ഒരു പേപ്പർ റഗറിന് കൊടുത്തത്. അപ്പോൾ റഗർ ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നോക്കിയ സമയത്ത് റഗറിന് ഒരു ഐഡിയ വന്നു. റഗർ വിചാരിച്ചു, ഈ ഒരു പേപ്പറിലുള്ള എല്ലാ ലൊക്കേഷൻസും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഒരു പാർട്ട്ണറിനെ, അതായത് സാൻഡിയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കിട്ടുന്നതിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അത് റഗറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വൻ നഷ്ടമല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പറിലുള്ള ലൊക്കേഷൻസിൽ സാൻഡിയെ ഇൻക്ലൂഡ് ചെയ്യാതെ എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചു. ഇത് സാൻഡി കൊണ്ടുവന്ന ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ സാൻഡി എന്തായാലും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേ പറ്റൂ, സാൻഡിയെ കൊണ്ടുപോയേ പറ്റുള്ളൂ. റഗർ കുറച്ച് നേരം അങ്ങനെ നിന്ന് ആലോചിച്ചു. റഗർ പെട്ടെന്ന് സാൻഡിയെ പുറത്തേക്ക് വിളിച്ചു. അലറിക്കൊണ്ട് വിളിക്കുന്ന രീതിയിൽ സാൻഡി പുറത്തേക്ക് വിളിച്ചു. അങ്ങനെ വിളിച്ച സമയത്ത് സാൻഡി ഓടിക്കൊണ്ട് വന്ന സമയത്ത് റഗർ പറഞ്ഞു, ആ ഒരു പേപ്പർ എൻ്റെ കയ്യിൽ നിന്ന് നേരെ ഓഷ്യനിലേക്ക്, ആ ഒരു കടലിലേക്ക് വീണു എന്ന് പറഞ്ഞു. ഇത് കേട്ടതും സാൻഡിയുടെ കൺട്രോൾ അങ്ങ് പോയി. സാൻഡിക്ക് ഇത് വെറും ഒരു പേപ്പറല്ല, സാൻഡിയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഓൾനെസ് റിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്ന് പോലും സാൻഡിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള 2 റിങ്സ് അതിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസുമാണ് അതിനകത്ത്. പക്ഷേ റഗറിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഈ ട്രഷേഴ്സിൻ്റെ ഒരു ലൊക്കേഷനാണ്. ഇതുപോലെ ആവശ്യത്തിലധികം ട്രഷേഴ്സ് ഉള്ള സ്ഥലത്തിൻ്റെ ലൊക്കേഷനായിട്ടാണ് റഗറിനുള്ളത്. അപ്പോൾ ഈ 2 പേർക്കും ഈ പേപ്പർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് കേട്ടതും സാൻഡിയുടെ കൺട്രോൾ പോയി. സാൻഡി ആണെങ്കിൽ റഗറിന് നേരെ തിരിഞ്ഞു. സാൻഡി അലറിക്കൊണ്ട് തന്നെ റഗറിനെ അടിച്ചതും ആ ഒരു സമയത്ത് അവർ 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി, ഫൈറ്റായി. സാൻഡി അവിടെ വെച്ച് തീരുമാനിച്ചു, ഇനി റഗറുമായിട്ട് ഈ ഒരു പാർട്ട്ണർഷിപ്പിലുള്ള ഇത് ഇല്ല. ഈ ഒരു ഓൾ ലാൻഡിൽ നമ്മൾ തമ്മിലുള്ള ലാസ്റ്റ് ഡീലിംഗ് ആണെന്നുള്ള രീതിയിൽ സാൻഡി അവിടെ വെച്ച് ഈ ഒരു റഗറുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് കട്ട് ചെയ്തു. അങ്ങനെ സാൻഡി ലൂമയും റഗർ കാർലോസും ആജന്മ ശത്രുക്കളായിട്ട് മാറി. ഏകദേശം 1 മാസത്തിന് ശേഷം റഗർ കാർലോസിന് ഒരു മകനുണ്ട്, വിസ് കാർലോസ്. സാൻഡി ലൂമയുടെ കയ്യിലുള്ള ആ ഒരു റിങ്ങിന് വേണ്ടി സാൻഡിയുടെ ആജന്മ ശത്രുവിന്റെ മകൻ വിസ് കാർലോസ് വിസിനടുത്ത് റഗർ പറഞ്ഞു, ഈ പേപ്പറിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസും ഈ 1 മാസം കൊണ്ട് റഗർ കാർലോസ് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞു. 3 റിങ്സ് ഉണ്ട്. ആ 3 റിങ്സ് 3 സ്ഥലങ്ങളിലായിട്ടുണ്ട്. ആ 3 റിങ്സിന് ഓരോ പവേഴ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് റിങ് ഓൾനെസ് റിങ് ആണ്. അതിന് കമാൻഡിങ് കൺട്രോൾ പവറാണ് ഉള്ളത് എന്നുള്ളതെല്ലാം കറക്റ്റ് റഗറിന് മനസ്സിലായി. പക്ഷേ ഈ ഒരു ഓൾനെസ് റിങ് എന്ന് പറയുന്നത് സാൻഡിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ കൺഫേം ആയിട്ടുള്ളൊരു ആൻസർ റഗറിന് അറിയില്ല. കാരണം ഓൾ ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിലാണ് ഓൾനെസ് റിങ് ഉള്ളതെന്നുള്ളത് സാൻഡിക്ക് അറിയാം. ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുള്ളത് ആകെ സാൻഡിയാണ്. സാൻഡി ഈ ഒരു റിങ്ങിന് വേണ്ടി അവിടെ ശ്രമിച്ചിട്ടുണ്ടാവാം, കണ്ടുപിടിച്ചിട്ടും ഉണ്ടാവാം. പക്ഷേ റഗർ ഇതുവരെ സാൻഡിയുടെ കയ്യിൽ ആ റിങ് ഇരിക്കുന്നത് കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഈ ഒരു ഫസ്റ്റ് റിങ് ഓൾ ലാൻഡിൽ നിന്ന് എടുത്ത ആ ഒരു റിങ് സാൻഡിയുടെ കയ്യിൽ ഉണ്ടാവാം എന്നുള്ള ആ ഒരു ഇതിന്റെ പുറത്ത് റഗർ വിസിനോട് പറഞ്ഞു, ഈ സാൻഡിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു റിങ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു റിങ്ങിനെ നീ എങ്ങനെയെങ്കിലും എടുത്തു തരണം.
അതിനു വേണ്ടിയുള്ള എന്തും നിനക്ക് ചെയ്യാമെന്നുള്ളത് വിസ് കാർലോസിൻ്റെ അടുത്ത് റെഗർ കാർലോസ് പറഞ്ഞു. സാൻഡിയുടെ കയ്യിൽ ഈ ഒരു റിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും സാൻഡി എവിടെയാണ് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത്, ഓൾലാൻഡിലാണോ അതോ വേറെ എവിടെയെങ്കിലും ആണോ എന്നുള്ളത് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അത് ആദ്യം കൺഫേം ചെയ്യാനായിട്ട് വിസ് കാർലോസ് തൻ്റെ ആൾക്കാരെ പറഞ്ഞു വിട്ടു. ഈ വിസ് കാർലോസ് എന്ന് പറയുന്നതും റെഗർ കാർലോസ് എന്ന് പറയുന്നതും ഒരു വലിയൊരു ഗ്യാങ്സ്റ്റർ ടീമിൻ്റെ ഹെഡുകളാണ്. ഓൾലാൻഡും അതുമായി ചുറ്റിക്കിടക്കുന്ന ഗ്രാമങ്ങളും ഈ വിസ് കാർലോസിൻ്റെ കൺട്രോളിലാണ്. വളരെ ഈസി ആയിട്ട് തന്നെ അവിടെ സാൻഡി ഉണ്ടോ എന്നുള്ളത് വിസ് കാർലോസിന് കണ്ടുപിടിക്കാൻ പറ്റും. റെഗർ വിസ് കാർലോസിനെ ഇത് ഏൽപ്പിച്ചു. ഇനി ഈ പേപ്പേഴ്സിനകത്തുള്ള ബാക്കി 2 റിങ്സ്, ആ രണ്ടാമത്തെ റിങ്ങിന്റെ ഡീറ്റെയിൽസ് റെഗർ എടുത്തു. ഈ രണ്ടാമത്തെ റിങ് തേടി പോകുന്നത് റെഗർ കാർലോസ് ആണ്. അതുള്ളത് ഒരു ഐലൻഡിലാണ്. 4 ഭാഗത്തും വെള്ളം ചുറ്റിക്കിടക്കുന്ന ആ ഒരു ഐലൻഡിൽ ഒരു പാലസ് ഉണ്ട്. അവിടെ ഒരു കിങ് ഉണ്ട്, കസിയ ഡ്രാഗോസ്. ഈ ഒരു ഐലൻഡിലേക്കാണ് റെഗർ പോകാൻ പോകുന്നത്. റെഗറിന്റെ കയ്യിലുള്ള ഈ ഡീറ്റെയിൽസിന്റെ ഉള്ളിൽ ആ ഒരു റിങ് ആ ഒരു പാലസിലുണ്ട് എന്നുള്ള രീതിയിലാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഒപ്പം ഒരു ഡ്രാഗന്റെ ഡ്രോയിങ്ങും ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. പുറത്തു നിന്ന് ആർക്കും പെട്ടെന്ന് ചെന്ന് എത്താൻ പറ്റാത്ത ഒരു ഐലൻഡാണ് ഈ ഡ്രാഗോസ് ഐലൻഡ്. ആ റിങ് അവിടെ നിന്ന് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് റെഗർ കാർലോസിന്റെ നെക്സ്റ്റ് പ്ലാൻ. ഇതിനു വേണ്ടിയിട്ട് റെഗർ പോകുന്നത് റെഗറിന്റെ ടീമിനെയും കൂട്ടിയിട്ടാണ്. മറ്റൊരു ഷിപ്പിലായിട്ട് വിസ് കാർലോസിന്റെ ആൾക്കാരെയും കൂട്ടി ഡ്രാഗോസ് ഐലൻഡിലേക്ക് സെക്കൻഡ് റിംഗ് ആയിട്ടുള്ള ഡ്രാഗോസ് റിംഗും തേടി റെഗർ കാർലോസ് തന്റെ ഷിപ്പിൽ പോവുകയാണ്. റെഗറിന് ഇതുപോലത്തെ സീക്രട്ട് സ്ഥലങ്ങൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം വർഷങ്ങളായിട്ട് ഈ കപ്പലിലൂടെ പല ഗ്രാമങ്ങളിലും ചുറ്റി അവിടെയുള്ള പുരാതനമായിട്ടുള്ള എല്ലാം സാൻഡിയെ കൊണ്ട് മോഷ്ടിപ്പിച്ച് ആ ഒരു ലൊക്കേഷനും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് വിടുന്നത് ഈ റെഗറാണ്. അവർ ഏകദേശം ആ ഒരു ഐലൻഡിന്റെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. സാൻഡി ലൂമയുടെ കയ്യിലുള്ള ആ ഒരു വോൾനസ് റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് വിസ് കാർലോസിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ ഒരു വോൾനസ് റിംഗ് എങ്ങനെയാണ് സാൻഡിയുടെ കയ്യിൽ നിന്ന് വിസ് കാർലോസ് എടുത്തത് എന്നുള്ളതും അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഡ്രാഗോസ് ഐലൻഡിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഡ്രാഗോസ് റിംഗ് റെഗർ കാർലോസ് എടുക്കുമോ, കസിയ ഡ്രാഗോസ് എന്ന് പറയുന്ന ആ ഒരു കിങ് അതിന് സമ്മതിക്കുമോ? നമ്മുടെ 3 റിംഗ്സിൽ ഫസ്റ്റ് റിംഗ് ആയ വോൾനസ് റിംഗിന്റെ പവർ എന്ന് പറയുന്നത് കൺട്രോളിങ്, കമാൻഡിങ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ നമ്മൾ അടിമയാക്കാൻ പറ്റും. എന്നാൽ സെക്കൻഡ് റിംഗ് ആയിട്ടുള്ള ഡ്രാഗോസ് റിങ്ങിന്റെ പവർ എന്തായിരിക്കും?